വെൽക്കം ടു സക്സസ് അക്കാഡമി ഗായ്സ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആവറേജിൽ 2024 CGL ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 7 ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൂ. നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് പലതരമായിരിക്കും, പക്ഷേ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഡീവിയേഷൻ മെത്തേഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോക്കിയേക്കാം. ദ ആവറേജ് സ്കോർ ഓഫ് ബാറ്റ്സ്മാൻമാരാണ് ക്രിക്കറ്റ് കളിക്കാന്മാരുടെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവരിൽ നിന്നാണ് 20 മാച്ചസ് ഈസ് 15. 20 മാച്ചസിൻ്റെ ആവറേജ് എത്രയാണ്? 15 ആൻഡ് 25 അതർ മാച്ചസ്, 25 അതർ മാച്ചസിൻ്റെ 24. അങ്ങനെയാണെങ്കിൽ ദ ആവറേജ് സ്കോർ ഇൻ ഓൾ ദ 45 മാച്ച്, 45 മാച്ചസിലുള്ള ഫുൾ ആവറേജാണ് നമുക്ക് വേണ്ടത്. എത്രയാണ്? 45 മാച്ചസ് ആണ് വേണ്ടത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യുന്നതിന് കുറച്ചും കൂടി എളുപ്പം. കാരണം എന്താണ്? ഉള്ളിൽ ഏറ്റവും ചെറിയ ആവറേജ് നമ്മൾ ആവറേജ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ചെറുത് ഏതാണ്? ഇവനാണ്. ഇവൻ്റെ ഡീവിയേഷൻ നോക്കുക. 15 നിന്ന് 15 കുറച്ച് എത്രയാണ്? ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്തൊരു ഡീവിയേഷൻ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. ഈ എക്സ് ബാർ എന്ന് പറഞ്ഞത് ആവറേജ്, അസ്യൂം ചെയ്ത ആവറേജും എക്സ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ആവറേജും. ഓക്കെ, എക്സ് ബാർ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? 15 നിന്ന് 15 കുറച്ചപ്പോൾ 0 കിട്ടി. ഇനി ഇവിടെ നോക്കാം, 24 നിന്ന് 15 കുറക്കുമ്പോൾ എത്ര വരും? 9 കിട്ടും. എത്ര പേർക്ക് 9 ഉള്ളത്? 25 പേർക്ക് 9 ഉണ്ട്. ഡീവിയേഷൻ്റെ സം എത്രയാണ്? ഡീവിയേഷൻ്റെ സം എന്ന് പറയുമ്പോൾ 225. 9 × 25 225 വരും. ഈ 225 എത്ര പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം? നമ്മൾ ഈ കാണുന്ന 45 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബൈ 45 ചെയ്യുമ്പോൾ എന്ത് വരും? 5 വരും. 5 നമ്മുടെ ഡീവിയേഷൻ. എന്ത്? തന്നിരിക്കുന്ന ആവറേജിനോട് ചെയ്യേണ്ട ഡീവിയേഷൻ. തന്നിരിക്കുന്ന ആവറേജിന് ചെയ്യേണ്ട ഡീവിയേഷനാണ് 5 എന്ന് പറയുമ്പോൾ. ഈ എന്താണ്? അപ്പം 45 പേരുടെ ആവറേജ് എന്തായിരിക്കും? 15 + 5 എത്ര വരും? 20. 20 നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യനിൽ നോക്കുക, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഒന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. 15 ഉള്ളിൽ ഏറ്റവും ചെറിയ ആവറേജിന് നമ്മൾ ആവറേജാണ് അസ്യൂം ചെയ്തിട്ട് അതിൽ നിന്ന് ഡീവിയേഷൻ എടുത്തിട്ട് ആ ഡീവിയേഷൻ്റെ സം എടുത്ത് 225 കിട്ടി. ഈ 225 നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും ആവറേജ് കിട്ടാൻ വേണ്ടി 45 പേരോട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 225 / 45 ചെയ്യുമ്പോൾ 5 കിട്ടും. ഈ 5 എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓൾറെഡി ഇനീഷ്യൽ ആവറേജിനോട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 20 കിട്ടി. ഇത്ര ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായി? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ വായിക്കുക. ദ ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസ്, എത്ര പേരുണ്ട്? 30 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പിയർഡ് ഇൻ ദ ടെസ്റ്റ്. ദ ആവറേജ് സ്കോർ ഓഫ് 12 സ്റ്റുഡൻസ് എത്രയാണ്? 12 സ്റ്റുഡൻസിൻ്റെ 62. 62 ആണെങ്കിൽ ബാക്കി എത്ര പേരുണ്ട്? 18 സ്റ്റുഡൻസ് ബാക്കിയുണ്ട്. ഈ 18 പേർ റെസ്റ്റിൻ്റെ എത്രയാണ്? 68. 68 റെസ്റ്റിൻ്റെയും 12 പേരുടെ 62. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്കോർ ഓഫ് ദ ഹോൾ ക്ലാസ്? നമുക്ക് വേണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചെയ്തത്? ഉള്ളിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? 62 ചെറിയ വാല്യൂ. അവനെ നമ്മൾ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് അവൻ്റെ ഡീവിയേഷൻ എടുക്കുന്നു. എത്ര വരും? 0 ആയിരിക്കും. ഇവൻ്റെ എത്രയാണ്? 6. എത്ര പേർക്കാണ്? +6 എത്ര പേർക്കാണ്? 18 പേർക്ക്. എന്ന് പറയുമ്പോൾ എന്ത് വരും? 108 വരും. 108 കിട്ടിയല്ലോ. എല്ലാം ഇവരുടെ 6 × 18 108 കിട്ടി. ഈ 108 എന്ത്? ഈ 30 പേരുടെ ആവറേജ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? 108/30 എത്ര വരും? 3.6 കിട്ടിയ. 3.6 എന്താണ്? ഡീവിയേഷൻ ആണ്. ഈ ഡീവിയേഷൻ എന്ത് ചെയ്യണം? നമ്മൾ ഇനീഷ്യലായിട്ട് അസ്യൂം ചെയ്ത ആവറേജിനോട് ഇക്വേറ്റ് ചെയ്യണം. 3.6 എത്ര വരും? 65.6. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? വളരെ എളുപ്പമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഉള്ളിൽ ഏറ്റവും ചെറിയവൻ എടുത്താൽ മതി. അപ്പോൾ ചെറിയവൻ എടുത്താലുള്ള ഗുണം എന്താണ്? നമുക്ക് മൈനസും പ്ലസും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്ലസ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏകദേശം സെയിം തന്നെയാണ് മെറ്റീരിയൽ. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് സൊല്യൂഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കണം, മറക്കരുത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസ് അപ്പിയർ ഇൻ ദ ടെസ്റ്റ്. 30 പേര് അപ്പിയർ ചെയ്തു. ടോട്ടൽ പേര് 30 അല്ലേ? എത്ര പേരുണ്ട്? ഇനീഷ്യലി 12 പേരുണ്ട്. റെസ്റ്റ് എത്രയാണ്? 18 പേര്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടല്ലേ 30 കിട്ടിയത് അല്ലേ? 30 കിട്ടിയത് അങ്ങനെയാണ്. ഇവരുടെ റേഷ്യോ എന്താണ്? 20 12:18 എത്രയാണ്? 2:3 ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അലിഗേഷൻ വഴി ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനാണ്. എന്ത് മെത്തേഡാണ്? അലിഗേഷൻ വഴി. ഈ അലിഗേഷൻ വഴി എന്താണ് ചെയ്യേണ്ട? അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ആവറേജ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 2 തരം ആവറേജ് ചേർന്നിട്ട് ഒരു സിംഗിൾ ആവറേജ് ആവുന്നു. ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? 2 തരം ആവറേജ് തന്നിട്ട് എന്താണ്? ഫസ്റ്റ് ആവറേജ് എന്താണ്? 62, സെക്കൻഡ് ആവറേജ് 60. അപ്പോൾ 62 എത്ര എഴുതുക? ഇവിടെ എഴുതുക. 60 ഇവിടെ എഴുതുക. ഓക്കെ, നടുക്കുള്ളവനെ നമുക്കറിയില്ലല്ലോ. അറിയില്ല. നമുക്കറിയാം ഇവർ രണ്ടുപേരും. ഇവൻ എത്രയാണ്? 62 എന്ന് പറയുമ്പോൾ എത്ര പേരാണ്? 12 പേരുടെ. 12 പേരുടെ റേഷ്യോ എത്രയാണ്? 2. 60 പേരുടെ അപ്പോൾ എത്രയായിരിക്കും? 3. 2:3 ആണ് റേഷ്യോ. നമുക്ക് വേണ്ടത് എന്താണ്? സെൻറ്ററിലുള്ള ആളെയാണ് വേണ്ടത്.
ഓക്കെ, ഇത് അലിഗേഷൻ വഴി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ സെൻറ്ററിലുള്ള ആളെ കിട്ടും. എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 62 എത്ര പേർക്കുണ്ട്? 2 പേർക്കുണ്ട്. പ്ലസ് 60 എത്ര പേർക്കുണ്ട്? 3 പേർക്കുണ്ട്. ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 എത്ര വരും? 62 ഇൻറ്റു 2 124. 124 പ്ലസ് 180 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 304 ബൈ 5 എന്ന് പറയുമ്പോൾ ഒരു നമ്പർ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ നമ്പറിനെ തന്നിരിക്കുന്ന നമ്പറിന് എന്ത് ചെയ്യും? ഡബിൾ ആക്കുക. ഈ 304 ഡബിൾ ചെയ്യുമ്പോൾ എത്ര വരും? 60.604 വരും. 604 എന്ത് ചെയ്യും? 608 വരും. 608ൻ്റെ അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ 60.8. ആൻസർ എത്ര കിട്ടി? 60.8 കിട്ടി. ഓക്കെ, ഈ 60.8 ഓപ്ഷനിൽ ഏതാണുള്ളത്? ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായ? അലിഗേഷനിൽ എന്ത് ചെയ്ത് നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് 12:18 ആയിരുന്നു. അതെന്ത് ചെയ്യും? 2:3 ആക്കി. തലപ്പത്തുള്ള രണ്ടവന്മാരെ അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യും? 62 ഇൻറ്റു 2 പ്ലസ് 60 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 പ്ലസ് 3. ആ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നു. ജസ്റ്റ് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിനെ നമ്മൾ റേഷ്യോയിലാക്കുന്നു. അതാണ് മെത്തേഡ്. വേറെ പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡീവിയേഷൻ മെത്തേഡിലൊന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഏകദേശം സിമിലർ തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. 30 സ്റ്റുഡൻസുള്ള ക്ലാസ്സാണ്. അപ്പം 30 സ്റ്റുഡൻസ് ആണല്ലോ ടോട്ടൽ സ്റ്റുഡൻസ്. എത്ര പേരാണ് ഫസ്റ്റ് ചെയ്ത ടെസ്റ്റ്? ആവറേജ് സ്കോർ ഓഫ് 12 സ്റ്റുഡൻസ്. 12 പേരുടെ ആവറേജ് എത്രയാണ്? 62 ആണ്. ബാക്കിയുള്ളത് എത്രയാണ്? 18 പേരാണ്. 30 നിന്ന് 12 കുറച്ചാൽ 18 പേര്. 18 പേരുടെ ആവറേജ് എത്രയാണ്? 78 ആണ്. ശ്രദ്ധിക്കണം, ഇത് രണ്ടും നമുക്ക് ഡാറ്റ കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? ദാറ്റ് വാട്ട് ഈസ് ദ ആവറേജ് സ്കോർ ഓഫ് ദ ഹോൾ ക്ലാസ്. ആ ക്ലാസ്സിലെ 30 പേരുടെ ആവറേജാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഡീവിയേഷൻ മെത്തേഡ് ഓർമ്മയുണ്ടോ? ഡീവിയേഷൻ മെത്തേഡിൽ എന്ത് ചെയ്ത് ഉള്ളിൽ ഏറ്റവും ചെറിയവനെ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. എന്താണ്? 62 ആണ് ചെറുത്. 62ൻ്റെ 0 ആയിരിക്കും. പ്ലസ് ഇവൻ്റെ എത്രയാണ്? വ്യത്യാസം എത്രയാണ്? 78 മൈനസ് 62 എന്ന് പറയുമ്പോൾ 16. 16 ഇൻറ്റു 18 ചെയ്യണം. ഈക്വൽ ടു എത്ര വരും? 16 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 16 പ്ലസ് 32 എന്ന് പറയുമ്പോൾ എത്ര വരും? 288 വരും. 288 എത്ര പേർക്കാണ് വരുന്നത്? നോക്കിയേക്കാം. 288 വരുന്നത് എത്രയാണ്? 30 പേർക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. 30 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര വരും? 9.6 വരും. 96 വരും. 96ൻ്റെ ബൈ 10 വരും. 9.6 വരും. ഈ 9.6 എന്ത് ചെയ്യണം? നമ്മൾ ഇനീഷ്യലായിട്ട് വിചാരിച്ച ആവറേജിനോട് ആഡ് ചെയ്തെടുക്കണം. 9.6 എത്ര വരും? 71.6 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 71.6 ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായ? ഡീവിയേഷൻ മെത്തേഡ് വളരെ എളുപ്പമാണ്. കാൽക്കുലേഷൻ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ട? അവസാനം കിട്ടുന്ന വാല്യൂ നമ്മൾ വിചാരിച്ചിരുന്ന ആ ചെറിയ ആവറേജിനോട് ഇക്വേറ്റ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ദ ക്ലാസ് കൺസിസ്റ്റിംഗ് ഓഫ് 30 സ്റ്റുഡൻസ് എ മാത്തമാറ്റിക്സ് ടെസ്റ്റ് വാസ് ടേക്കൺ. ഒരു മാത്തമാറ്റിക് ടെസ്റ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? 10 സ്റ്റുഡൻസ് ഹാഡ് ആൻ ആവറേജ് സ്കോർ ഓഫ് 10 പേർക്ക് ആവറേജ് സ്കോർ എത്രയാണ്? 90. എത്ര പേരുണ്ട് ക്ലാസ്സിൽ? 30 പേരുണ്ട്. ഓക്കെ, ഇനി ബാക്കി എത്ര പേരുണ്ട്? ദ അതർ സ്റ്റുഡൻസ് ഹാഡ് ആൻ ആവറേജ് സ്കോർ ഓഫ് 75. അപ്പോൾ 20 പേരല്ലേ ബാക്കിയുള്ളത്? 75. നമുക്കറിയാവുന്ന കാര്യം, ഈ ക്വസ്റ്റ്യൻ അലിഗേഷൻ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യും. പക്ഷേ അതിന് മുമ്പ് നമുക്ക് എന്ത് വെച്ച് സോൾവ് ചെയ്യാം? ഡീവിയേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. വാട്ട് ഈസ് ദ ആവറേജ് സ്കോർ ഓഫ് ദ ഹോൾ ക്ലാസ്? ആവറേജ് സ്കോർ ഓഫ് ദ ഹോൾ ക്ലാസ് ആണ് വേണ്ടത്. നമ്മൾ ഇത് ഉള്ളിൽ ഏറ്റവും ചെറിയ വാല്യൂ ആവറേജ് ആയിട്ട് ഗസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എന്താവും? ഡീവിയേഷൻ 0 വരും. ഇവിടുത്തെ എത്രയാണ്? 75. 90 മൈനസ് 75 എന്ന് പറയുമ്പോൾ 15 വരും. 15 എത്ര പേർക്കുണ്ട്? 15 ഇൻറ്റു 10. 15 ഇൻറ്റു 10 എത്ര വരും? നെറ്റ് ആവറേജ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 150 വരും. 150 എത്ര പേർക്കാണ്? 20 പ്ലസ് 10. 30 പേരല്ലേ നമുക്ക് വേണ്ടത്. 30 പേർക്ക് ഈ 150 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. 150 ബൈ 30 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 വരും. 5 ആണ് നമ്മുടെ ഡീവിയേഷൻ. ആവറേജിൽ നിന്നുള്ള ഡീവിയേഷൻ വന്നേക്കുന്നത്. എന്ത് ചെയ്യണം? 75ൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കൊടുക്കണം. എത്ര വരും? 80 ആണ് നമ്മുടെ ആൻസർ. 80 ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, മനസ്സിലായ? എന്താണ് ചെയ്തത്? ഉള്ളിൽ ഏറ്റവും ചെറിയ ആവറേജ് എടുത്തിട്ട് അത് നമ്മുടെ ആവറേജ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഡീവിയേഷൻ നോക്കി മറ്റേതിനോട് 90 എത്രയുണ്ട്? 15 ഉണ്ട്. എത്ര പേർക്കുണ്ട്? 10 പേർക്കാണ്. 10 പേർക്ക് 90 എന്ന് പറയുമ്പോൾ 150 ബൈ 30 എന്ന് പറയുമ്പോൾ 5 ആണ്. 5 നമ്മൾ എന്ത് ചെയ്ത് ആ ചെറിയ ആവറേജിനോട് കൂട്ടി. അത് കിട്ടിയപ്പോൾ 80 കിട്ടി. അതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് നമുക്കിനി അലിഗേഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്.
അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ ഞാനിത് മായ്ച്ചു കളയാൻ പോകണം. ഓക്കെ, ഇത് ജസ്റ്റ് പക്കയാക്കിക്കോ. അലിഗേഷൻ വഴി ഞാൻ എന്താ പറഞ്ഞത്, 2 ആവറേജ് ഉണ്ടാകും. 2 ആവറേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് 90ഉം മറ്റേത് 75ഉം. 75ഉം 90ഉം ഉണ്ട്. നമുക്ക് സെൻറ്ററിലുള്ള ആളല്ലേ വേണ്ടത്. എത്ര പേരുണ്ട്? 90ന് എത്ര പേരാ? 10 പേരും. ഇതെന്ന് പറയുമ്പോൾ 20 പേരും. റേഷ്യോ എന്ത് വരും? 1:2 വരും. ഇനിയാണ് നമ്മുടെ പ്രോസസ്സ്. എന്താണ് പ്രോസസ്സ്? ആവറേജ് ഈക്വൽ ടു എന്താണ്? 90 × 1 + 75 × 2 ഡിവൈഡഡ് ബൈ 3 ആണ്. ഈക്വൽ ടു എന്ത് വരും? 90 + 150 240 ബൈ 3 ഈക്വൽ ടു 80 എന്ന് കിട്ടും. ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 80 തന്നെ കിട്ടി. എന്താ ചെയ്തത്? അലിഗേഷൻ വഴി ചെയ്ത് 2 ആവറേജ് ചേർന്നിട്ടായിരിക്കുമല്ലോ ഒരു സെൻറ്ററിലുള്ള വാല്യൂ വരുന്നത്. ഇവർ രണ്ടുപേരെയും ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ 10:20 ആണെന്ന് പറയുമ്പോൾ 1:2 ആണ്. 1:2 കിട്ടിയല്ലോ. അതെന്ത് ചെയ്ത് 90 × 1 + 75 × 2 ഡിവൈഡ് ബൈ 1 + 2 3 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 240 ബൈ 3 80 എന്ന് കിട്ടി. ഇങ്ങനെയും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഏകദേശം നല്ല സിമിലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര പേരുണ്ട്? എ ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസ് അപ്പിയർഡ് ഇൻ എ ടെസ്റ്റ്. ആവറേജ് സ്കോർ ഓഫ് 12 സ്റ്റുഡൻസ് എത്രയാണ്? 60. ആൻഡ് ദാറ്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഈസ് 80. വാട്ട് ഈസ് ദ ആവറേജ് സ്കോർ ഓഫ് ദ ഹോൾ ക്ലാസ്? ഹോൾ ക്ലാസിൻ്റെ ആവറേജ് എന്താണെന്നാണ് ചോദിച്ചേക്കണം. എന്താണ്? 12 പേർക്ക് എത്രയാണ്? 60ഉം ബാക്കി എത്ര പേരുണ്ട്? 18 പേർക്ക് 80ഉം. അങ്ങനെയാണെങ്കിൽ 30 പേരുടെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചേക്കണത്. ഉള്ളതിലേക്കും ചെറുത് എത്രയാണ്? 60. 60ൽ നിന്ന് നമ്മൾ എടുത്ത് ആവറേജ് ആണെന്ന് വിചാരിച്ച് 0. 80ന് ഡീവിയേഷൻ എത്രയാണ്? 20 + എത്ര പേർക്ക്? 18 പേർക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? 360. ഈ 360 എന്ത് ചെയ്യണം? നമ്മൾ ഈ 30 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. 360 ബൈ 30 ചെയ്യുമ്പോൾ 12 കിട്ടും. ഇതാണ് നമ്മുടെ ഡീവിയേഷൻ. കിട്ടിയ ഈ ഡീവിയേഷൻ എന്ത് ചെയ്യണം? 60നോട് ആഡ് ചെയ്യണം. 60 + 12 എന്താണ്? ഈക്വൽ ടു 72. മനസ്സിലായോ? 72 ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി. മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? എന്താ ചെയ്തത്? ഉള്ളതിലേക്കും ചെറിയ ഡീവിയേഷൻ എടുത്തിട്ട് അതിൽ നിന്ന് മറ്റേ ഡീവിയേഷൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് അത് എത്ര പേർക്കുണ്ട്? 18 പേർക്കുണ്ട്. 18 പേർക്കുണ്ടാവുന്ന സാധനം എന്താണ്? ഒരു സമ്മ് കിട്ടി, 360 കിട്ടി. ഈ 360 നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. എത്ര പേർക്ക്? ആ 30 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയ ഡീവിയേഷൻ എത്രയാണ്? ആവറേജിൽ നിന്നുള്ളത് 12 ആണ്. ഈ ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അസ്യൂം ചെയ്ത ആവറേജിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്കിനി. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ ആവറേജ് മാർക്സ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ആൻ എക്സാമിനേഷൻ ഈസ് 75. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ആവറേജ് എന്താണ്? 75 ആണ്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും 75 ആണ്. ആൻഡ് 80. ബോയ്സിൻ്റെ 75ഉം ഗേൾസിൻ്റെ 80ഉം ആണ്. ഓക്കെ, average marks out of 100 boys of girl, okay, 75 80 respect. If the average marks of all the students in the examination 76 ആണ്. അപ്പോൾ എല്ലാവരെയും കൂടെ എന്താണ്? ബോയ്സ് പ്ലസ് ഗേൾസ് എത്രയാണ്? 78 ആണ്. മനസ്സിലായോ? ബോയ്സും ഗേൾസിൻ്റെയും ബോയ്സിൻ്റെ 75, ഗേൾസിൻ്റെ 80, ബോയ്സും ഗേൾസും കൂടെ ചേർന്നിട്ട് എത്രയാണ്? 78 വന്ന്. നമ്മളോട് ചോദിച്ചേക്കാൻ എന്താണ്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ്. റേഷ്യോ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ അലിഗേഷനാണ്. അലിഗേഷനിൽ എന്തുണ്ട്? ബോയ്സിനെ നമുക്ക് ഇവിടെ ഹെഡ് ആക്കാം, ഗേൾസിനെ നമുക്ക് ഇവിടെയും ചെയ്യാം. ബോയ്സ് എത്രയുണ്ട്? 75. ഗേൾസ് എത്രയുണ്ട്? 80. രണ്ടുപേരും കൂടെ ചേർന്നിട്ട് കിട്ടിയ നമ്പർ എത്രയാണ്? 78 അല്ലേ? ഓക്കെ, രണ്ടുപേരും കൂടി ചേർന്നിട്ട് കിട്ടിയത് 78 ആണ്. ബോയ്സിൽ നിന്ന് ഗേൾസ് കുറക്കുമ്പോൾ എത്ര വരും? ബോയ്സിൽ നിന്ന് ഗേൾസ് കുറക്കുമ്പോൾ എത്ര വന്ന്? 3 വന്ന്. ഗേൾസിൽ നിന്ന് ആവറേജ് കുറച്ചപ്പോൾ എത്ര കിട്ടി? 2. ദെയർഫോർ റേഷ്യോ ഓഫ് ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2:3 ആണ്. 2:3 എവിടെ ഓപ്ഷൻ? ഓപ്ഷൻ ഡി. മനസ്സിലായോ? അത്രേ ഉള്ളൂ. 2:3 ആണ്. ഞാൻ ഏകദേശം മനസ്സിലായി. എന്താ ചെയ്തത്? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താ ചെയ്തത്? നമ്മൾ ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. ഗേൾസും ബോയ്സും ചേർന്നിട്ടുള്ളത്, ബോയ്സ് പ്ലസ് ഗേൾസ് ചേർന്നിട്ടുള്ളത് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ അല്ലേ? ബോയ്സിന് എത്രയാണ് ഇനീഷ്യൽ ആവറേജ്? 75ഉം ഗേൾസിന് എത്രയാണ്? 80ഉം. ബോയ്സ് പ്ലസ് ഗേൾസ് എത്രയാണ്? 78.
75 78 കുറച്ചാൽ എത്ര കിട്ടും? 3 80 78 കുറച്ചാൽ എത്രയാണ്? 2. ദെയർഫോർ ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് പറഞ്ഞാൽ 2:3 ആണ്. എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു x:y ഉണ്ട്. x:y എന്ന് പറയുമ്പോൾ y എന്ന് പറയുമ്പോൾ 3ഉം x എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. ഏകദേശം മനസ്സിലായത്? ഈ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്, ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അലിഗേഷൻ വെച്ച് ചെയ്താലും. ഏകദേശം മനസ്സിലായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഇനി ക്ലാസ് ഓഫ് 150 സ്റ്റുഡൻസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 150 ആണ്. 150 സ്റ്റുഡൻസ് ഉണ്ടല്ലോ. ബോയ്സും ഗേൾസും ആണ് ആകെ ഉള്ളത് ആ ക്ലാസ്സിൽ. ഗേൾസ് ആർ 60. ഗേൾസ് എത്രയുണ്ട്? ഗേൾസ് എന്ന് പറയുമ്പോൾ 60 ആണെങ്കിൽ ബോയ്സ് എത്രയാണ്? ബോയ്സ് എത്ര വരും? 150 - 60 എന്ന് പറയുമ്പോൾ 90 വരും. ഓക്കെ, 90 ബോയ്സ് ഉണ്ട്, 60 ഗേൾസും ഉണ്ട്. ആവറേജ് വെയിറ്റ് ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ് ഈസ് 52 ആൻഡ് ഗേൾസ് എത്രയാണ്? ബോയ്സിൻ്റെ എത്രയാണ്? 52ഉം ഗേൾസിൻ്റെ എത്രയാണ്? ബോയ്സിൻ്റെ ആണ് 52, ഗേൾസിൻ്റെ 48ഉം. ഓക്കെ, ഗേൾസിൻ്റെ 48ഉം ബോയ്സിൻ്റെ 52 ആണ്. വാട്ട് ഈസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് ദ ഹോൾ ക്ലാസ്? ഹോൾ ക്ലാസ്സിൻ്റെ ആവറേജ് നമുക്ക് വേണം. നമുക്കിത് എന്ത് ചെയ്യുക? ഡീവിയേഷൻ വെച്ച് ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. നമുക്കിതറിയാം, ഇത് ഉള്ളതിൽ വെച്ചും ചെറുതിനെ നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യണം. ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്തത് നമ്മൾ 48-നാണ്. 48-നെ നമ്മൾ ഡീവിയേഷൻ ചെയ്യുമ്പോൾ 0 കിട്ടും. ഇതിനെ ചെയ്തപ്പോൾ എത്ര കിട്ടി? +4. എത്ര പേർക്കാണ് +4? 90 പേർക്ക് +4 ആണ്. എത്ര വരും അത് എന്ന് പറയുമ്പോൾ 360 ആണ്. 360 ആണല്ലോ നമ്മുടെ ഡീവിയേഷൻ വന്നേക്കണത്. നമ്മൾ ഈ ഡീവിയേഷൻ എന്ത് ചെയ്യണം? 150 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പം 360/150 എത്ര വരും? ഈക്വൽ ടു 2.4 വരും. എത്ര വരും? 2.4 വരും. ഈ 2.4 എന്ത് ചെയ്യണം? നമ്മൾ ഗസ് ചെയ്തിരിക്കുന്ന ആവറേജിനോട് ആഡ് ചെയ്യണം. അപ്പോൾ 48 + 2.4 എത്ര വരും? ഈക്വൽ ടു 50.4. ആൻസർ കിട്ടിയ? ഇതാണ് ഓപ്ഷൻ എ. കണ്ട, ഇത്രേ ഉള്ളൂ. വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും. എന്താണ് ഡീവിയേഷൻ? നമ്മൾ ഒരിക്കലും മറക്കരുത്. ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഉള്ളതിൽ ഏറ്റവും ചെറിയ വാല്യൂവിനെ നമ്മൾ ആവറേജ് ആയിട്ട് ഗസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഡീവിയേഷൻ ബാക്കിയുള്ളതുമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തത്? 47 ആവറേജ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്നുള്ള ഡീവിയേഷൻ 52-ൻ്റെ എത്രയായിരുന്നു? 4 ആയിരുന്നു. 4 എത്ര പേർക്കുണ്ട്? 90 പേർക്കുണ്ട്. ഈ 90 പേർക്കുള്ള 4 നമ്മൾ ചെയ്തപ്പോൾ സമയം എത്ര കിട്ടി? 360 കിട്ടി. ഈ 360 എന്ത് ചെയ്യണം? 150 പേർക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. എത്ര പേർക്ക്? 150 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടി. എത്ര? 2.4 കിട്ടി. ഈ 2.4 എന്ത് ചെയ്യും? ആ 48 നമ്മൾ അസ്യൂം ചെയ്ത ആവറേജിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50.4. ഓപ്ഷൻ എ ആൻസർ കിട്ടും. ഇതാണ് ആൻസർ. ഇത്രേ ഉള്ളൂ. എളുപ്പം മനസ്സിലായോ ഏകദേശം? ഇനി ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത്? അലിഗേഷൻ ചെയ്ത്. അലിഗേഷനിൽ നമ്മൾ എന്താണ് ശ്രദ്ധിച്ചത്? ഒന്നാമത്തെ കാര്യം അലിഗേഷൻ നോക്കാം. അലിഗേഷനിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 2 ആവറേജുകൾ, ബോയ്സ് ഉണ്ടാവും, ഗേൾസ് ഉണ്ടാവും. നടുക്ക് എന്ത് വരും? ബോയ്സ് പ്ലസ് ഗേൾസിൻ്റെ ആവറേജ് ആയിരിക്കും നടുക്ക് വരുന്നത്. അവരുടെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്തായിരിക്കും? x:y ആയിരിക്കും. അതെന്ന് പറയുമ്പോൾ എന്താണ്? y എന്ന് പറയുമ്പോൾ ഇവരുടെ ഡിഫറൻസിൻ്റെ ഇക്വേറ്റ് ചെയ്യും. എക്സ് എന്ന് പറയുമ്പോൾ ഇവർ ബോയ്സും 2 ആവറേജുകൾ ചേർന്നിട്ടുള്ളതിൻ്റെ ഡിഫറൻസിനോട് ഇക്വേറ്റ് ചെയ്യും. അത് 2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണം? x:y കിട്ടിയത്. ഇവിടുത്തെ കേസിൽ 75 - 78 എന്ന് പറയുമ്പോൾ 3. നെഗറ്റീവും പോസിറ്റീവും നോക്കേണ്ട ആവശ്യമില്ല. അലിഗേഷനിൽ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്ത് വരും? ഡിഫറൻസ് എടുക്കുമ്പോൾ 3 വരും. ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ 2 വരും. ദെയർഫോർ x എന്ന് പറയുമ്പോൾ 2 ആണ്. x എന്ന് പറയുമ്പോൾ x:y ആണല്ലോ ഇത്. x എന്ന് പറയുമ്പോൾ 2 ആണ്. y എന്ന് പറയുമ്പോൾ 3 ആണ്. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ റേഷ്യോ എത്ര കിട്ടിയത്? 2:3 എന്ന് കിട്ടിയത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഏകദേശം ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് ചെയ്തത്? ഉള്ളതിൽ ഏറ്റവും ചെറിയ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ ഡീവിയേഷൻ വെച്ചിട്ട് ആ ഡീവിയേഷൻ നമ്മൾ എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടുത്തെ കേസിൽ എന്താണ്? 48 ആണ് നമ്മുടെ ആവറേജ്. എന്നിട്ട് എന്ത് ചെയ്ത്? 52-നോട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 360 സം ഓഫ് ഡീവിയേഷൻ കിട്ടി. സം ഓഫ് ഡീവിയേഷൻ എന്ത് ചെയ്തു? 150 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. 360/150 എത്ര കിട്ടി? 2.4. ആ 2.4 എന്ത് ചെയ്ത്? 48-നൂടെ ആഡ് ചെയ്തപ്പോൾ 50.4 കിട്ടി. 50.4 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആൻസർ കിട്ടിയ. ഇത്രേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളതിൽ ഏറ്റവും ചെറുതെടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. എല്ലാ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡീവിയേഷൻ എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ചെറുത് എടുത്തിട്ട് അത് വെച്ച് നമ്മൾ ബാക്കിയുള്ള വാല്യൂസിൻ്റെ ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഡീവിയേഷൻ നമുക്ക് എല്ലാവർക്കും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഡീവിയേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കുറച്ചിട്ട് എത്ര പേർക്ക് ആ കുറവുണ്ടെന്ന് ശ്രദ്ധിക്കണം, കൂടുതലുണ്ടെന്ന് ശ്രദ്ധിക്കണം. ആ കുറവും കൂടുതലും അതിനനുസരിച്ച് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എല്ലാവർക്കും കൂടെ ചേർത്തിട്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഡീവിയേഷൻ്റെ കാര്യം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വരും. ഓക്കെ, ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോന് ലൈക്കും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. ഞാൻ ഡൗട്ട്
ക്ലിയർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു ഗായ്സ്, ബൈ.